കേരളത്തിൽ ക്രിസ്മസിന് അരമനകളിലും അതുപോലെ തന്നെ ക്രൈസ്തവ ഭവനങ്ങളിലും കൊടുക്കാനുള്ള കേക്ക് മിക്സിംഗ് കേരളത്തിലെ BJP ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് നിർത്തിവെച്ചിട്ട് തല ഉയർത്തി കാര്യങ്ങളൊന്ന് കാണാനും ഒന്ന് വാ തുറക്കാനും തയ്യാറാവണം. ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. 2 തിരുവസ്ത്രത്തിലുള്ള കന്യാസ്ത്രീകളെ അന്യായമായി തടങ്കലിൽ വെച്ച് തടവറയിൽ വെച്ച് അവരെ ജയിലിലിടാനുള്ള നടപടികൾ മുന്നോട്ട് വെച്ചിട്ടും കേരളത്തിലെ BJP പ്രസിഡന്റ് പറയുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ ആ ഇരട്ടത്താപ്പ് വളരെ വ്യക്തമാവുകയാണ്. കേന്ദ്രം ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. കേരളത്തിലെ BJPക്ക് മൗനവും. കേരളത്തിൽ ക്രിസ്മസിന് കേക്കും കൊണ്ട് ചിരിച്ചു വരുന്നവരോട് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ജനങ്ങൾ തയ്യാറാവുന്ന വർഷമായിരിക്കും ഇത്. അവരുടെ ആ കേക്ക് മിക്സിങ് നിർത്തിയിട്ട് ഈ സമൂഹത്തിനുണ്ടാവുന്ന ഐക്യത്തെ ഇങ്ങനെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നിയമപരമായ നടപടിയെടുക്കാൻ വാ തുറക്കാൻ കേരളത്തിലെ BJPയും അവരെ പിന്തുണക്കുന്ന ആളുകളും തയ്യാറാവണമെന്നും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ന്യൂനപക്ഷ സഹമന്ത്രി ജോർജ് കുര്യൻ രാവിലെ എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ പ്രതികരണം നടത്തുന്നത് കീഴ്വഴക്കമല്ല, അനുചിതമാണ്. എങ്ങനെയാണ് കോടതിയിൽ പോയത്? ഇത് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തപ്പോൾ അവർ വിടാവുന്നുള്ളായിരുന്നു. അപ്പം മനഃപൂർവ്വം ഞാനതാ പറഞ്ഞ അവരുടെ രക്ഷകർത്താക്കൾ സമ്മതിച്ചിട്ട് പോലും അവർ വിട്ടയക്കാൻ തയ്യാറായില്ല. രക്ഷകർത്താക്കൾ പറഞ്ഞു ഞങ്ങളുടെ കൺസെന്റോട് കൂടി ഞാൻ പോണേന്ന് പറഞ്ഞു. എന്നിട്ട് പോലും വിട്ടയച്ചില്ല. പോലീസ് അത് കഴിഞ്ഞിട്ട് അതിനുശേഷം പോലീസ് ഞങ്ങൾ കേട്ടത് പോലീസ് ആ രക്ഷകർത്താക്കളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. എങ്ങനെ ഇവരുടെ കൺസെന്റോട് കൂടിയല്ലെന്ന്. ശനിയാഴ്ചയായിരുന്നു, ഞായറാഴ്ച. ഇപ്പൊ കോടതിയിൽ പോകാതെ നോക്കേണ്ടത് ആരായിരുന്നു? കോടതിയിൽ പോകാതെ നോക്കേണ്ടത് ഗവൺമെന്റ് ആയിരുന്നു. ജോർജ് കുര്യൻ ഒരു നിസ്സഹായ അവസ്ഥയിലാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതിൽ നടക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ BJPയുടെ ഔട്ട്ഫിറ്റ്സ് RSSഉം സംഘപരിവാറും ബജറംഗ് ദളും ഒക്കെ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം നിസ്സഹായനാണ്. അദ്ദേഹം ഒരു പാവം സാധു മനുഷ്യനാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന കാര്യം വരുമ്പോൾ വളരെ ബോധപൂർവമായി, ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ലല്ലോ, നിരന്തരമായി ക്രൈസ്തവ സഭകൾക്കെതിരെ മണിപ്പൂരാണെങ്കിലും ഒഡീഷയിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും ഛത്തീസ്ഗഡിലാണെങ്കിലും നിരന്തരമായി പുരോഹിതർക്ക് നേരെയും കന്യാസ്ത്രീകൾക്ക് നേരെയും അക്രമം അഴിച്ചുവിടുകയല്ലേ. ആ അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഷാഫി സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ ക്രൈസ്തവ സഭകളുമായി അടുക്കാൻ ശ്രമിക്കുകയും അവരെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഇവർ മറ്റ് സംസ്ഥാനങ്ങളിൽ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയായ വിദ്യാഭ്യാസ രംഗത്ത് ഏറെ സംഭാവനകൾ നൽകുന്ന ഇവരെ തകർക്കാനല്ലേ ശ്രമിക്കുന്നത്? മണിപ്പൂർ ഇപ്പോഴും വയലൻസ് അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് BJPയുടെ ഇരട്ടത്താപ്പ് അത് ക്രൈസ്തവർക്ക് നേരെ മാത്രമല്ല, ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ BJPയുടെ നിലപാട് ഇതാണ്. RSS സംഘപരിവാർ ശക്തികളുടെ നിലപാട് ഇതാണ്. അതിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. മന്ത്രി കോടതിയുടെ പേര് പറഞ്ഞിട്ട് മന്ത്രി രക്ഷപ്പെടാൻ നോക്കുക. ജനകീയ കോടതി ഇത് കാണുന്നുണ്ട്. ജനകീയ കോടതിയിലെ വിധി മന്ത്രിക്കും ഈ ഗവൺമെന്റിനും BJPക്കും RSSനും എതിരായിരിക്കും. തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ സാങ്കേതികത്വം പറഞ്ഞിട്ടല്ല എല്ലായിടത്തും. കാരണം ജനങ്ങൾ ഇതിപ്പം ഞങ്ങളിത് ഉന്നയിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റി നേരിട്ട പ്രശ്നമാണെങ്കിൽ ഇത് മതേതര സമൂഹം ഭരണഘടന നേരിടുന്ന വെല്ലുവിളിയല്ല. ശരിക്കും ഇതൊരു കമ്മ്യൂണിറ്റിയുടെ മാത്രം പ്രശ്നമാണോ? ഒരു സഭയുടെ സമുദായത്തിൻ്റെ മാത്രം പ്രശ്നമല്ലല്ലോ. ഇത് ഭരണഘടനാ വിരുദ്ധമായ ഏർപ്പാടല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇന്നലെ പറഞ്ഞത്. അറസ്റ്റിലാവപ്പെടുന്നത് കന്യാസ്ത്രീകളല്ല. ശരിക്കും ഇന്ത്യയുടെ ഭരണഘടനയെ അത് ഉറപ്പുവരുത്തുന്ന അവകാശങ്ങളുമാണ് ഇവിടെ തടവറയിലാക്കപ്പെടാൻ നോക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.